ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മളുടെ ചാനലിൽ പുതിയതായിട്ട് ആരംഭിച്ച ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. ഇനി മുതലുള്ള എല്ലാ ശനിയാഴ്ചകളിലും നിങ്ങൾക്ക് ഈ സീരീസിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണാൻ സാധിക്കും. നമ്മൾ ഈ വീഡിയോ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് UAE ഇപ്പോൾ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് ജോബ് പൊസിഷൻസ് ഏതൊക്കെയാണ്, ഈ ജോബ് പൊസിഷൻസിന് എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, അതിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്താണ് എന്നീ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ സീരീസിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു വേക്കൻസീസിന് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ റിക്വയർഡ് ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ആപ്ലിക്കേഷൻ അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മളുടെ ചാനലിൽ പുതിയതായിട്ട് ആരംഭിച്ച ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. ഇനി മുതലുള്ള എല്ലാ ശനിയാഴ്ചകളിലും നിങ്ങൾക്ക് ഈ സീരീസിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണാൻ സാധിക്കും. നമ്മൾ ഈ വീഡിയോ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് UAE ഇപ്പോൾ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് ജോബ് പൊസിഷൻസ് ഏതൊക്കെയാണ്, ഈ ജോബ് പൊസിഷൻസിന് എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, അതിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്താണ് എന്നീ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ സീരീസിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു വേക്കൻസീസിന് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ റിക്വയർഡ് ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ആപ്ലിക്കേഷൻ അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കീഴിൽ പല കരിക്കുലത്തിലുള്ള സ്കൂളുകളുണ്ട്. UK കരിക്കുലം ഉണ്ട്, US കരിക്കുലം ഉണ്ട്, IB പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കരിക്കുലം സ്കൂളുകളിലേക്കും ഒന്നിച്ചുള്ള റിക്രൂട്ട്മെന്റ് ആണിത്. 2025-26 വർഷത്തേക്കാണ് UAE സ്കൂളുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണിത്. അപ്പം ഇവിടെ ഇപ്പോൾ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ്, അതായത് ഇപ്പം ടാലന്റ് സ്കൂൾസ് നടത്തുന്ന റിക്രൂട്ട്മെന്റ് പ്രൈമറി അല്ലെങ്കിൽ ക്ലാസ് റൂം ടീച്ചേഴ്സ്, സെക്കൻഡറി സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ്, ജനറൽ സയൻസ് ടീച്ചേഴ്സ്, ഫിസിക്സ് ടീച്ചേഴ്സ്, കെമിസ്ട്രി ടീച്ചേഴ്സ്, മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ്, ഇത്രയും ടീച്ചേഴ്സിന് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ ടാലന്റ് സ്കൂൾസ് നടത്തുന്നത്. അപ്പം ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് 25th January 2025 UAE വെച്ചിട്ടാണ് നടത്തുന്നത്. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, അവർ ഈ അഡ്വർടൈസ്മെന്റിന് താഴെ പറഞ്ഞിട്ടുണ്ട്, ഇത് എക്സ്ക്ലൂസീവ്ലി എന്താണ് UAE റെസിഡന്റ് ആയിട്ടുള്ളവർക്കുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ആണ്. അപ്പം അങ്ങനെയുള്ളവർ വേണം അപ്ലൈ ചെയ്യാൻ. നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോബ് പൊസിഷനിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല. അപ്പം നമുക്കിവിടെ നോക്കാം എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങളുടെ സ്ക്രീനിൽ ഇവിടെ ഒരു QR കോഡ് കാണാം. ഈ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആപ്ലിക്കേഷൻ അയക്കേണ്ട ലിങ്ക് നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഈ ജോബ്സിന് വേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫൈഡ് ടീച്ചർ ആയിരിക്കണം. മിനിമം 2 years നാഷണൽ കരിക്കുലം ഫോർ ഇംഗ്ലണ്ട് IB UK കരിക്കുലത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു സ്കൂള് ഒരു റിക്രൂട്ട്മെന്റിന്റെ ടൈമിൽ ഒരു റിക്വയർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. ഇപ്പം നാട്ടിൽ നിന്ന് വന്നവരാണെങ്കിൽ, നാട്ടിൽ നിന്ന് ഇപ്പോൾ UAE വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കരിക്കുലത്തിൽ എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ ചിലപ്പം സ്കൂളുകൾ പരിഗണിക്കണമെന്നില്ല. പക്ഷേ എന്നിരുന്നാൽ നിങ്ങൾ അപ്ലൈ ചെയ്യാതെ ഇരിക്കരുത്. ഇപ്പൊ നിങ്ങൾ UAE പ്രസന്റ്ലി അവൈലബിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത രണ്ടാമത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്ട് ഏതാണോ അതിലൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതിന് കൂടാതെ PGCE, PGDE അല്ലെങ്കിൽ B.Ed പോലെയുള്ള ഒരു ടീച്ചിങ് ഡിഗ്രിയും ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ QTS കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. പിന്നെ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. അത് ഞാൻ മൊത്തത്തിൽ വായിക്കുന്നില്ല. അപ്പം ഇതെല്ലാം വായിച്ചു നോക്കി നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ
ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് UAE റെസിഡൻസിനായിട്ട് എക്സ്ക്ലൂസീവ്ലി നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ആണ്. ഇതിന്റെ സ്പോർട്സ് വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പൊ കാണിച്ചു തരാം. ടാലന്റ് സ്കൂൾ ഗ്രൂപ്പിന് കീഴിലുള്ള നമ്മളിപ്പോൾ പറഞ്ഞ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ വെബ്സൈറ്റിലേക്ക് കയറുക. ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കയറിയതിനു ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ അപ്ലൈ നൗ എന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ജോബ് ഡിസ്ക്രിപ്ഷന് നിങ്ങൾ വായിച്ചു നോക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2025-26 ക്ലാസ് റൂം ടീച്ചേഴ്സ്, സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് എന്നിവർക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഞാൻ നേരത്തെ ഇവിടെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം പറഞ്ഞിരുന്നു. അപ്പൊ ഇതെല്ലാം വായിച്ചു നോക്കിയതിനു ശേഷം നിങ്ങൾ ഇവിടെ അപ്ലൈ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കറന്റ്ലി രജിസ്റ്റേർഡ് ഈ ടാലിം വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ CV കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ കൊടുത്തിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്തതിന് ശേഷം വേണം ടാലിം ഗ്രൂപ്പിന് കീഴിലുള്ള ഈ വേക്കൻസീസിന് അപ്ലൈ ചെയ്യുവാനായിട്ട്. ഈ കരിയർ സീരീസിന്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ജോബ് വേക്കൻസി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ രണ്ടാമത്തെ ജോബ് വേക്കൻസിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും എമിറേറ്റ്സ് നാഷണൽ സ്കൂൾസിന്റെ കീഴിലുള്ള ഈ ഗ്രൂപ്പിന് കീഴിലുള്ള സ്കൂൾസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണിത്. നമ്മൾ നേരത്തെ എമിറേറ്റ്സ് നാഷണൽ സ്കൂൾസിന്റെ റിക്രൂട്ട്മെന്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് സീക്ക് ടീച്ചേഴ്സ് എന്ന ഏജൻസി വഴിയായിരുന്നു അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പോൾ ഡയറക്റ്റ് എമിറേറ്റ്സ് നാഷണൽ സ്കൂൾസ് അവരുടെ വെബ്സൈറ്റിൽ ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ഈ റിക്രൂട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോ കയറി കാണുക. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓരോ സബ്ജക്റ്റിനും, അതായത് ഈ എമിറേറ്റ്സ് നാഷണൽ സ്കൂളിലുള്ള ഓരോ സബ്ജക്റ്റിനും വേണ്ട റിക്വയർഡ് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ എമിറേറ്റ്സ് നാഷണൽ സ്കൂളിന്റെ കീഴിലുള്ള 7 എമിറേറ്റുകളിലുമുള്ള സ്കൂളുകളിൽ വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകളിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്രയും വേഗം തന്നെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 2 വർഷത്തേക്കുള്ള ഇനീഷ്യൽ കോൺട്രാക്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ കിട്ടും, വിത്ത് പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ള അക്കോമഡേഷൻ ആണ് കിട്ടുന്നത്. പിന്നെ നിങ്ങളുടെ വാട്ടർ, ഇലക്ട്രിസിറ്റി ഇതെല്ലാം സ്കൂള് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ പേയ്മെന്റ് എല്ലാം സ്കൂൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ്, നിങ്ങളുടെ കുട്ടികൾക്കുള്ള ട്യൂഷൻ ഫീ ഡിസ്കൗണ്ട്, പിന്നെ അങ്ങനെയുള്ള കുറെ ബെനിഫിറ്റുകൾ ഉണ്ട് ഇവിടെ. അപ്പം ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID ഇല്ലേ, ഈ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു CV interviews@ctr.ens.sch.ae എന്ന ഇമെയിൽ IDയിലേക്ക് അയക്കുക. ഇമെയിൽ അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ കൃത്യമായിട്ട് ഏത് പൊസിഷനാണോ അപ്ലൈ ചെയ്യുന്നത് ആ പൊസിഷൻ നിങ്ങളുടെ സബ്ജക്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതുകൂടാതെ നിങ്ങളുടെ CV പ്രൊഫഷണലായി തയ്യാറാക്കി ഇമെയിലിൽ അറ്റാച്ച് ചെയ്തിരിക്കണം. അതിന്റെ കൂടെ തന്നെ ജസ്റ്റ് ചുമ്മാ അയക്കരുത്, ഒരു കവർ ലെറ്ററും കൂടെ എഴുതിയിട്ട് വേണം നിങ്ങൾ ഈ CV ഇമെയിലിലേക്ക് അയക്കാനായിട്ട്. കവർ ലെറ്റർ ഇല്ലാതെ ഒരിക്കലും ജോബ്സിനായിട്ട് CVs അയച്ചു കൊടുക്കരുത്. അപ്പം ഇങ്ങനെയാണ് രണ്ടാമത്തെ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിന്റെ റിക്വയർമെന്റ് ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇനി അടുത്തത് മൂന്നാമത്തെ ജോബ് വേക്കൻസിയാണ്. ഇത് ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോബ് വേക്കൻസിയാണ്. വുഡ്ലം പാർക്ക് സ്കൂൾസിലേക്കുള്ള ഒരു UAE വുഡ്ലം പാർക്ക് സ്കൂൾസിന് കീഴിലുള്ള സ്കൂളുകളിലേക്ക്, അത് ഒരിടത്ത് മാത്രമല്ല പല എമിറേറ്റുകളിൽ ഇവർക്ക് സ്കൂളുണ്ട്. അപ്പം അവിടത്തേക്ക് നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണിത്. അപ്പം ഇവിടെ ഈ റിക്രൂട്ട്മെന്റിൽ ഏതൊക്കെ പൊസിഷൻസ് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. KG ടീച്ചേഴ്സ്, പിന്നെ മാത്സ് ടീച്ചേഴ്സ്, ഫ്രഞ്ച് ടീച്ചർ, സയൻസ് ടീച്ചർ, സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ, അറബിക് ടീച്ചർ, മ്യൂസിക് ടീച്ചർ, ഇത്രയും പൊസിഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഓരോ സബ്ജക്ട്, ഓരോ
ടീച്ചിങ് പൊസിഷനും വേണ്ട എലിജിബിലിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് KG ടീച്ചേഴ്സിന് വേണ്ടത് ഗ്രാജുവേഷൻ വിത്ത് BEd ആണ്. കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സിന്റെ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ, ഈ സ്കൂൾ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ വിത്ത് BEd ആണ്. ഇനി മാത്തമാറ്റിക്സ് ടീച്ചർ ആണെങ്കിൽ BSc അല്ലെങ്കിൽ MSc മാത്സ് വിത്ത് BEd ആണ് പറയുന്നത്. ഇനി അതുകൂടാതെ സയൻസ് ടീച്ചറിന് BSc പ്ലസ് BSc ഓർ MSc ഇൻ ജനറൽ സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് BSc അല്ലെങ്കിൽ MSc ഉണ്ടായിരിക്കണം. പിന്നെ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സോഷ്യൽ സ്റ്റഡീസ് ടീച്ചേഴ്സിന് വേക്കൻസീസ് ഉണ്ടെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള സ്കൂളുകളിൽ, ഇതൊരു ഇന്ത്യൻ സ്കൂളാണ്, അപ്പൊ ഇങ്ങനെയുള്ള സ്കൂളുകളിൽ നിങ്ങൾക്ക് വേക്കൻസീസ് ഉണ്ട്. അപ്പൊ ഇതിന് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BA അല്ലെങ്കിൽ MA ഇൻ ഹിസ്റ്ററി, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ്, അല്ലെങ്കിൽ ജോഗ്രഫി. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയോ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഉണ്ടായിരിക്കണം. ഇനിയും BEd ഉള്ളവർക്ക് മുൻഗണന കിട്ടും. പിന്നെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻസ് BA അല്ലെങ്കിൽ MA ഇൻ ലിറ്ററേച്ചർ വിത്ത് BEd. പിന്നെ മ്യൂസിക് ടീച്ചർ, കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ താഴെ പലരും വന്ന മ്യൂസിക് ടീച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മ്യൂസിക് ടീച്ചേഴ്സിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. BA ഓർ MA ഇൻ മ്യൂസിക് വിത്ത് നോളജ് ഇൻ ഇൻസ്ട്രുമെന്റ്സ്. നിങ്ങൾ മിനിമം ഒരു 2 ഇൻസ്ട്രുമെന്റ്സിലെങ്കിലും പ്രൊഫഷ്യന്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഇത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ചെക്ക് ചെയ്ത ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് careers@woodlanddubai.ae എന്ന ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CVയും ഒരു കവറിംഗ് ലെറ്ററും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് ഏതാണോ അത് സബ്ജക്ട് ലൈൻ ആയിട്ട് വെച്ച് നിങ്ങൾക്ക് ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഇമെയിൽ അയക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ജസ്റ്റ് CV മാത്രം അറ്റാച്ച് ചെയ്ത് അയക്കരുത്. CV അറ്റാച്ച് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു നല്ലൊരു കവർ ലെറ്റർ ഇമെയിലിൽ എഴുതി വേണം നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ അയക്കുവാൻ വേണ്ടി. ഇനിയും അടുത്തത് 4ാമത്തെ ജോബ് വേക്കൻസി ഏതാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഫിസിക്സ് ടീച്ചർ ജോബ് വേക്കൻസിയാണ്. ശരിക്കും ഇതൊരു സമ സ്കൂൾ എന്ന ഒരു സ്കൂളാണ്. ഇതൊരു പ്രൈവറ്റ് സ്കൂളാണ്, UAE ഒരു പ്രൈവറ്റ് സ്കൂളാണ്. അപ്പം ഇതിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ ടീച്ചിങ് പൊസിഷൻ എന്ന് പറയുന്നത് ഫിസിക്സ് ടീച്ചേഴ്സിലാണ്. അതായത് ഇമീഡിയറ്റ്ലി ജോയിൻ ചെയ്യാൻ സാധിക്കുന്ന, ഇപ്പൊ UAE അവൈലബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ അത്രയും എളുപ്പമാണ് നിങ്ങൾക്ക്. അപ്പം ഫിസിക്സ് ടീച്ചിങ് ജോബ് വേക്കൻസിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ആദ്യത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതായത് ഫിസിക്സിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. മാസ്റ്റേഴ്സ് ഡിഗ്രിയും BEd ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. ഇനിയും പിന്നെ മിനിമം 3 വർഷത്തെ UAE എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. US കരിക്കുലത്തിൽ മിനിമം ഒരു 3 വർഷം UAEയിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഈ റിക്വയർമെന്റുകളെല്ലാം നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന റിക്വയർമെന്റുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇമീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ റിക്വയർമെന്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുക്കുക. 5ാമത്തെ ജോബ് വേക്കൻസി സിറ്റി പ്രൈവറ്റ് സ്കൂൾ അജ്മാനിലാണ്, UAEയിലെ അജ്മാൻ എമിറേറ്റിലാണ്. ഇതൊരു CBSE കരിക്കുലം സ്കൂളാണ്. ഇപ്പം CBSE കരിക്കുലം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഇത് UAE എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനാണ് ഇവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏകദേശം 7 ടീച്ചിങ് പൊസിഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ എലിജിബിൾ ആയിട്ടുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമെ, നിങ്ങളുടെ ഈക്വലൻസി, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു കവർ ലെറ്റർ ഒക്കെ തയ്യാറാക്കി ഈ careers@cityschool.ae എന്ന വെബ്സൈറ്റ് എന്ന ഇമെയിൽ IDയിലേക്ക് അയക്കാൻ ശ്രമിക്കുക. ഇനിയും 6ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് നിംസ് ഗ്രൂപ്പ് ആണ്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ആണ്. ഇവിടെ ഇപ്പൊ കറന്റ് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് ഫൗണ്ടേഷൻ സെക്ഷനിലും പ്രൈമറി സെക്ഷനിലും സെക്കൻഡറി സെക്ഷനിലും വേക്കൻസീസ് അവൈലബിൾ ആണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഓരോ പോസ്റ്റുകളുടെയും ക്വാളിഫിക്കേഷൻ ഇവിടെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവര് ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, റെഗുലർ ഡിഗ്രി മാത്രമേ ഇവർ അപ്രൂവ് ചെയ്യുള്ളൂ. ഡിസ്റ്റന്റ് ഡിഗ്രീസും ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രീസും ഒന്നും അവർ അപ്രൂവ്
ചെയ്യില്ല. അപ്പം ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പൊസിഷൻസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾ നിംസ് UAE/careers എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇമെയിൽ വഴി അയക്കാനാണ് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കവർ ലെറ്റർ ഒക്കെ തയ്യാറാക്കി ഈ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സ്കൂൾ ഒരു ആപ്ലിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതുവഴി അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇമെയിലും ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിഫർ ചെയ്യുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതുകൂടാതെ ഇത് ബ്ലൂംസ് എഡ്യൂക്കേഷൻ്റെയാണ്. ഞാനിവിടെ അതിന്റെ എംബ്ലം വെക്കാൻ വിട്ടുപോയി. ബ്ലൂംസ് എഡ്യൂക്കേഷൻ, ഞാൻ അതിന്റെ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ബ്ലൂംസ് ഗ്രൂപ്പിന് കീഴിലുള്ള സ്കൂളുകളിൽ ഇപ്പൊ ഏകദേശം 37 പൊസിഷൻസ് ഓപ്പൺ ആണ്. അപ്പം ഈ 37 പൊസിഷൻസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓരോ ജോബ് പൊസിഷൻസിനും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയി വരും. അതിൽ അതിന്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ എലിജിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിനകത്ത് ഏകദേശം 37 ജോബ് പൊസിഷൻസ് ഉണ്ട്. ഇതിനകത്ത് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പൊസിഷൻസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് ടീച്ചിങ് പൊസിഷൻസ് മാത്രം സെലക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന്റെ ഓരോ ക്വാളിഫിക്കേഷൻസും ഡീറ്റെയിൽസും എല്ലാം ഈ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. ബ്ലൂംസ് എഡ്യൂക്കേഷന് കീഴിലുള്ള സ്കൂളുകളുടെ റിക്രൂട്ട്മെന്റിന് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾ bloomseducation.com/career/apply എന്ന വെബ്സൈറ്റിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ കരിയർ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലൂംസിന് കീഴിൽ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഓപ്പണിങ്സ് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഓപ്പണിങ്സ് എന്തൊക്കെയാണെന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് MOE സബ്ജക്ട് സ്പെഷ്യലിസ്റ്റ് ടീച്ചർ, നിങ്ങൾക്ക് MOE സബ്ജക്ട് സ്പെഷ്യലിസ്റ്റ് ടീച്ചറിനാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന്റെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും ഒക്കെ വായിച്ച് മനസ്സിലാക്കുക. അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്താണ്. പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ റിക്വയർമെന്റ് ആണ്. ഈ സബ്ജക്ട് ടീച്ചേഴ്സിന് വേണ്ട റിക്വയർമെന്റുകൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം വേണം ഈ ഓരോ ജോബ് ഓപ്പർച്യൂണിറ്റീസിനും അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പൊ നിങ്ങൾ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം 38 ജോബ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഈ ജോബ് വേക്കൻസി ഹോം റൂം ടീച്ചേഴ്സ്, ഹെഡ് ഓഫ് ഇൻക്ലൂഷൻ, ഹോം റൂം ടീച്ചർ ജാനുവരി സ്റ്റാർട്ട്, സയൻസ് ടീച്ചർ 2025 ഓഗസ്റ്റ് സ്റ്റാർട്ട്. അതായത് ഇപ്പൊ അടുത്ത പ്രാവശ്യത്തേക്ക്, അതായത് 2025 ഓഗസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം ഇതുവഴി നിങ്ങൾക്ക് ഇപ്പം സയൻസ് ടീച്ചേഴ്സിന്റെ ഇതാണെങ്കിൽ സയൻസ് ടീച്ചേഴ്സിന്റെ ആ പൊസിഷൻസിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കറന്റ്ലി വേണ്ട റിക്വയർമെന്റുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളുടെ കവർ ലെറ്ററും CVയും പാസ്പോർട്ട് ഡീറ്റെയിൽസും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽസും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും എല്ലാം വെച്ചിട്ട് വേണം ഇതിന് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അയക്കാനായിട്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൊസിഷൻസിലേക്ക് അപ്ലൈ ചെയ്യുവാൻ വേണ്ട ഡീറ്റെയിലുകൾ ഇവിടെ ചോദിക്കും. ഈ ഡീറ്റെയിലുകളെല്ലാം ഫില്ല് ചെയ്ത് നിങ്ങളുടെ റെസ്യൂമെയും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമെ അവരുടെ റോളിന് സ്യൂട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിന്റെ റീസെന്റ് അൽഗോരിതം അനുസരിച്ചിട്ട് നിങ്ങളുടെ ഓരോ ലൈക്കുകളും ഈ വീഡിയോസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോസായി ഉൾപ്പെടുത്തേണ്ട ടോപ്പിക്കുകൾ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റുകളായി സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.